ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഒരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്ത ഏകദേശം പേർക്ക് നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രം ഒരു മെയിലിന് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പരിഹരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫർ ഗപ്പി കിട്ടിയ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ മെയിൽസ് ഇട്ടയ്ക്കുന്ന ടാങ്കായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 2.5 മാസം പ്രായമായ ഗപ്പികളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മൊത്തം ഗപ്പികളെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. കാരണം നമ്മൾ ഇതിനിപ്പോൾ ഫീമെയിലിനെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ കൊണ്ട് നമുക്ക് ഫീമെയിലിനെ ടാങ്കിലോട്ട് കൊണ്ട് ഇറക്കി വിടാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ടാങ്കിനകത്താണ് നമ്മൾ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഫീമെയിൽ ഇട്ടയ്ക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം അഡൾട്ടായിട്ടുള്ള ഫീമെയിൽസാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ മെയിലുമായിട്ട് ക്രോസ് ആവാത്ത ഫീമെയിൽസാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ടാങ്കിലായിട്ടാണ് മെയിൽസിനെ ഇറക്കിവിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കി വിടുന്നത് വെച്ചാൽ അടുത്തിരി നമ്മൾ ഗപ്പീസ് വാങ്ങുന്നവർക്ക് എഗ്ഗ് ലോഡായ ഫീമെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഇറക്കി വിടുന്നത്. ഇവരിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് അവരുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അവരൊന്ന് ഇറക്കി വിടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫുൾ ഗോൾഡ് ഗപ്പി എന്ന് പറയുന്നത് പുതിയ ലൈനേജിൽ വരുന്നതാണ്. അതായത് റിബൺ ലൈനേജിൽ നോൺ റിബണായിട്ട് ഇറങ്ങുന്ന ഗപ്പികളാണിത്. അവർക്കിപ്പോൾ നമ്മൾ നല്ലോണം ഫുഡ് കൊടുത്ത് നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിനിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് കൊറിയറാണെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ തന്നെ കുഞ്ഞുങ്ങളെയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇതിനകത്തുനിന്ന് കിടക്കുന്നത് വെച്ചാൽ 2 ഫീമെയിലിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 10-100ഓളം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ ഇവരെ ഇപ്പം വലിയ ടാങ്കിലോട്ട്, അതായത് ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഇറക്കി വിടേണ്ട സമയം നേരത്തെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവരെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ഫ്രിഡ്ജ് ബോക്സിലോട്ടൊന്ന് ഇറക്കി വിടണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുകളിൽ പ്രായമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബേസിൽ തന്നെ ഇട്ടയ്ക്കുകയാണെങ്കിൽ ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അപ്പം ഇതുപോലുള്ള വലിയ ടാങ്കുകൾ ഇറക്കി വിട്ടാലേ ഇവരുടെ ഗ്രോത്തും ഫാസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇവരെ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇറക്കി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ടൊന്ന് ഇറക്കി വിടാം. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള ടാങ്ക് ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-4 ദിവസം മുമ്പ് തന്നെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ഇതിനകത്ത് ഞാൻ വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ വാഴയില ഇടുന്നത് വെച്ചാൽ വെള്ളം ഒന്ന് അത്യാവശ്യം നല്ല കണ്ടീഷനായി ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വാഴയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഡക്ക് വീഡ് പ്ലാന്റ്സ് കണ്ടില്ലേ, അപ്പോൾ ഇത് മൊത്തം കളക്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനകത്തോട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വിടുള്ളൂ. കാരണം ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു ഇല വീണാൽ മതി ടാങ്ക് മൊത്തം സ്പ്രെഡായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇനി പിന്നെ കളയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം പ്ലാന്റ്സ് മാറ്റിയതിന് ശേഷം അതിനകത്തോട്ടൊന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി വിടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ടാങ്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മെയിൽസിനെ ഇറക്കി വിടേണ്ട ആ ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൽസിനെയൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. എന്താ ഭംഗിയല്ലേ, ഒരു ലൈറ്റ് ഗ്രീൻ വാട്ടറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ കുറച്ച് ഭംഗി കൂടുതലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ അടുത്ത് ഒരു കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്ന ഒരു ചെറിയ ടാങ്കാണ്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളാണ്. ഇതും അടുത്ത 2 ഫീമെയിലിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ഇതും ഏകദേശം ഒരു 80-90 ഒരു 100-നകത്ത് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല. ഇതിപ്പോൾ ഇന്ന് കിട്ടിയ കുഞ്ഞുങ്ങൾ, ഇന്ന് രാവിലെ കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് വെച്ചേക്കുന്ന ഒരു ടാങ്ക് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതൊരു സിമൻറ്റ് ടാങ്ക് അല്ല, ഇതിപ്പോൾ നമ്മൾ തെർമോക്കോൾ ബോക്സാണ്. അപ്പോൾ അതിനെ നമ്മൾ സിമൻറ്റ് വെച്ച് തേച്ച് റെഡിയാക്കിയ ഒരു സിമൻറ്റ് ടാങ്ക് പോലെ സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു ടാങ്കാണിത്. ഇപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ കളർ നമ്മുടെ ഗപ്പീസിൻ്റെ കളറൊക്കെ ഏകദേശം ഒരുപോലെ കളറായതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണിത്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്ക് ഇനി നമ്മൾ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമ്മളിനി ഹാച്ച് ചെയ്ത ആർട്ടിമയാണ് കൊടുക്കാറുള്ളത്. അടുത്തിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ഇട്ടയ്ക്കുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ഇട്ടയ്ക്കുന്ന ഈ ഒരു ടാങ്കാണ്. ഇതും നമ്മുടെ തെർമോക്കോൾ ബോക്സാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സിമൻറ്റൊക്കെ വെച്ച് തേച്ച് കറക്റ്റ് ഒരു കാഴ്ചയിൽ നമ്മൾ ഒരു സിമൻറ്റ് ടാങ്കായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടാങ്കിലാണ് നമ്മളിപ്പോൾ ഇവരെ ഇട്ടയ്ക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്നത് വെച്ചാൽ 2 മെയിലും അതുപോലെ തന്നെ 4 ഫീമെയിൽസാണ് ഇതിനകത്ത് ഇട്ടയ്ക്കുന്നത്. ഇതിനകത്തും ഞാനിപ്പോൾ ബ്രീഡിംഗ് കേജ് ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ബ്രീഡിംഗ് കേജ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, ഈ ഫോക്സ് ടെയിൽ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ ഈ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കൊരു 4-5 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. കാരണം നമ്മുടെ ഫീമെയിൽസ് തന്നെ അതിനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കാറില്ല. എന്നിട്ട് നമുക്ക് അത്യാവശ്യം കൗണ്ടിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫീമെയിൽസൊക്കെ ഈ ഒരു കോർണറിൽ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് കൂടുതൽ നമ്മൾ ഇളക്കി ശല്യം ചെയ്യുന്നില്ല. കാരണം ഇന്ന് രാവിലെ ബ്രീഡിങ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ തൊട്ടടുത്ത ടാങ്കിൽ കണ്ടത്. അപ്പോൾ ഇനിയും ഇതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നുള്ളത് നമുക്കറിയാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. ബ്രീഡിങ് കഴിഞ്ഞ ഫീമെയിൽസ് നമ്മൾ പ്രത്യേകം ഒരു കെയറിങ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഒന്നിൽ ഇതിനകത്ത് കിടക്കുന്ന ബ്രീഡിങ് ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കിടക്കുന്ന 2 മെയിൽസിനെ മാറ്റി ഇപ്പോൾ ഉള്ള ഫീമെയിൽസിന് നല്ല ഫുഡ് കൊടുത്ത് ലൈഫ് ഫീഡ് കൊടുത്ത് ഒന്നും കൂടി അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കണ്ടീഷനാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഫീമെയിൽസിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്.
നല്ലതാണ്. ഞാനിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതെന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്ന കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടേണ്ട സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ സമയമായിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഈ ഒരു ടാങ്കിലോട്ടൊന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഇതിനകത്ത് കിടന്ന ആ ഡക്ക്വീഡ് പ്ലാന്റ്സിനെയൊക്കെ മൊത്തം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ഒരു നല്ല ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടണമെങ്കിൽ നല്ല ഫുഡ് കൊടുക്കണം. അതായത് പ്രിൻസിനും അതുപോലെ തന്നെ ലൈഫ് ഫീഡ് മൊയിനെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് തൊട്ടടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ ഗപ്പികളെല്ലാം ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ഫുൾ ഗോൾഡ് ഗപ്പി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് കൊറിയർ ആണെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഓഫർ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ അതുപോലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പും നമ്മൾ ഫ്രീ ഗപ്പി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം വരുവാണെങ്കിൽ ഇനിയും നമ്മൾ അതുപോലുള്ളൊരു ഫ്രീ ഗപ്പി വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഒരു പുതിയൊരു ബ്രൂഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇപ്പം സെറ്റാക്കി കൊണ്ടുവരുവാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്ലാറ്റിനം ബോഡിയിലൊക്കെ നല്ല ഫില്ലായി ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ടാങ്കിനകത്ത് മോസ്കോ ബ്ലൂ ഗപ്പി ഏകദേശം ഒരു 2 മാസം പ്രായമായ ഗപ്പികൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്, ഒരു ഓഫർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫാമിലെ ഗപ്പികളുടെയും അതുപോലെ തന്നെ സോർട്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.